ദൈവപുത്രനായ യേശുക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നാം ഉയർത്തണം. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ പരമോന്നത അധികാരവും സ്വർഗീയ മഹത്വവും പ്രഖ്യാപിക്കുന്ന വചനഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. വചനം പറയുന്നു, ഉന്നതത്തിൽ നിന്നും വരുന്നവനും എല്ലാവർക്കും ഉപരിയാണ് യേശുക്രിസ്തു. ദൈവം അയച്ചവനും ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നവനുമാണ് യേശുക്രിസ്തു. പിതാവെല്ലാം പുത്രനായ യേശുക്രിസ്തുവിന് നൽകിയിരിക്കുന്നു. അതിനാൽ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്, പുത്രനായ യേശുക്രിസ്തുവിലേക്ക് ഹൃദയങ്ങൾ ഉയർത്തണം. ശരിയാണ്, ഇതാണ് കത്തോലിക്ക വിശ്വാസികളായ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസവും. നമ്മളൊക്കെ കാറ്റക്കിസം ക്ലാസ്സിൽ പഠിച്ചതും വിശ്വാസമെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് നടക്കുന്നതും ഇതുതന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഇന്ന് നാം നമ്മോട് ചെയ്യേണ്ട ഒരു ആത്മപരിശോധനയുണ്ട്. സത്യത്തിൽ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നതനുസരിച്ച് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? യേശു എല്ലാറ്റിനും ഉപരിയാണ്. അവൻ്റെ വാക്ക് അഥവാ വചനം ദൈവവാക്കാണ്. അതിലൂടെയേ എനിക്ക് ജീവനുള്ളൂ എന്ന ഒരു ബോധം നമുക്കുണ്ടോ? അതെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയെക്കുറിച്ച് ഒരു പരിശോധന നടത്താനുള്ള ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നു മുതൽ പൂർണ്ണ അവബോധത്തോடு തന്നെ എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ ജീവിതത്തെ പുത്രനായ യേശുവിന് സമർപ്പിക്കാം. പിതാവെല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്ന പുത്രനിൽ നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. പുത്രനായ യേശുക്രിസ്തുവിലൂടെ അനുദിനം നടന്ന് നിത്യജീവിതം നമുക്ക് സ്വന്തമാക്കാം. ഇന്നത്തെ ഒന്നാം വായനയിലൂടെ പത്രോസും അപ്പോസ്തലന്മാരും പറയുന്ന ഒരു വാക്യമുണ്ട്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും തരാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി ഉയർത്തി. അതിനാൽ അവിടുത്തെ എളിയ മക്കളായ നമുക്ക് നമ്മുടെ നിലവിളികളെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ഉയർത്താം. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളെ പുത്രനായ യേശുവിലേക്ക് നമുക്ക് ഉയർത്താം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.